സോ ഹെൻറി കാവലിൻ്റെ വായക്കൊള്ളാത്ത പേരുള്ളൊരു പടം ഞാൻ ഇന്ന് കണ്ടു, ദ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമെൻലി വാർഫെയർ. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? ബാ തുടങ്ങാം. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിൻ്റെ ഒരു തീമൊക്കെ ആയിട്ടാണ് തോന്നിയത്. ഗായ് റിച്ചി മിക്കവാറും ആക്ഷൻ കോമഡീസാണ് ചെയ്യാറ്, ബട്ട് പുള്ളിയുടെ മൂവീസിലെ കോമഡി ഒരു വെറൈറ്റി ടൈപ്പാണ്. വയലൻസ് സീനിൽ പോലും കോമഡി കൊണ്ടുവരാനുള്ളൊരു പ്രത്യേക കഴിവ് മൂപ്പർക്കുണ്ട്. ഇതിലും അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഗായ് റിച്ചിയും ഹെൻറി കാവലും ഒന്നിക്കുന്ന രണ്ടാമത്തെ സിനിമയാണിത്. മുൻപ് അവർ ഒന്നിച്ചത് 2015 മാൻ ഫ്രം അങ്കിൾ എന്ന മൂവിക്കാണ്. അധികം സമയം കളയാതെ നമ്മുടെ ഈ മൂവിയിലോട്ട് വരാം. ഇതൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണ്. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കോൺഫിഡൻഷ്യൽ ഫയൽസ് 2016 ഡീക്ലാസിഫൈ ആയി. ആ ഫയൽസിൽ നിന്നാണ് ഇവർക്ക് ഈ സ്റ്റോറി കിട്ടിയതെന്നാണ് ഇവർ പറയുന്നത്. വേൾഡ് വാർ 2 സമയത്ത് അന്നത്തെ UK പ്രൈം മിനിസ്റ്ററായ വിൻസ്റ്റൺ ചർച്ചിൽ ജർമ്മനിക്കെതിരെ പൊരുതാൻ ഫോം ചെയ്ത ഒരു സീക്രട്ട് ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റിയാണ് കഥ. ഹെൻറി കാവലിൻ്റെ ഇൻട്രോ ഒക്കെ കൊള്ളായിരുന്നു. എയ്സ ഗോൺസാലസും റീച്ചർ സീരീസിലൂടെ പോപ്പുലറായ അലൻ റിച്ച്സണും ഒക്കെ ഈ സിനിമയിലുണ്ട്. മേക്കിംഗ് ഒക്കെ യൂഷ്വൽ ഗായ് റിച്ചി മൂവി സ്റ്റൈലാണ്. ബട്ട് സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമയിലെ മെയിൻ വില്ലൻ. സിനിമ കാണുന്ന ഒരു പോയിന്റിലും ഒരു ടെൻഷനും ക്രിയേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഹൈലി പ്രെഡിക്റ്റബിൾ ആൻഡ് ക്ലീഷകൾ കൊണ്ട് നിറഞ്ഞതുമായിരുന്നു സിനിമ. ഇതിലെ എനിമീസിൻ്റെ കാര്യം തന്നെ നോക്കാം. നമ്മുടെ ഹെൻറി മൂപ്പറുടെ ഗാങ്ങും ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഈ ജർമ്മൻ സോൾജേഴ്സ് ഉണ്ട വാങ്ങാനുള്ള അവരുടെ ഊഴവും കാത്ത് തോക്കും പിടിച്ചു നിൽക്കും. നല്ല അനുസരണയുള്ള വില്ലന്മാർ. എടേ അറ്റ്ലീസ്റ്റ് 2-3 വെടിയെങ്കിലും വെക്കടേ, എന്തോന്നടേ ഇത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. പാർക്കിൽ നടക്കാൻ പോകുന്ന ലാഘവത്തോടെയാണ് ഇവന്മാർ ജർമ്മൻ ഒക്യുപ്പൈഡ് പ്ലേസസിൽ പോയി അവരെ തീർത്തിട്ട് വരുന്നത്. ഭയങ്കരം തന്നെ. അവസാനത്തെ ഒരു 30 മിനിറ്റ്സ് ആകുമ്പോൾ അവർ തിരിച്ച് വെടിവെക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും പടം തീരുകയും ചെയ്യും. പടത്തിലുടനീളം ഒരു 150 പേരെങ്കിലും ഈ 5 പേര് കൊന്നിട്ടുണ്ടാവും. പക്ഷേ ഈ 5 പേർക്ക് ഒരു പോറൽ പോലും സംഭവിക്കുകയില്ല. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആണെങ്കിലും ഇങ്ങനത്തെ മൂവീസ് ഉണ്ടാക്കുമ്പോൾ സിനിമാറ്റിക് ലിബർട്ടി എടുക്കുന്നത് സാധാരണയാണ്. ബട്ട് ഇതിലെടുത്ത ലിബർട്ടിക്ക് കയ്യും കണക്കുമില്ല. തള്ളുമ്പോഴും ഒരു മര്യാദയൊക്കെ വേണ്ടടേ. സിനിമ തീരെ ബിലീവബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഹെൻറി കാവലിൻ്റെ വിളയാട്ടത്തിന് പറ്റിയ ക്യാരക്ടറാണെങ്കിലും പുള്ളിക്കായ ഒരു സ്പേസ് ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. നല്ല എക്സ്പെക്റ്റേഷൻസ് വെച്ച് കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, ബട്ട് എനിക്ക് ഈ സിനിമ തീരെ അങ്ങോട്ട് പിടിച്ചില്ല. വളരെ പ്രിഡിക്റ്റബിളും ക്ലീഷയുമായിട്ടുള്ള ഒരു ആക്ഷൻ പടമാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പടം ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. നിങ്ങൾ ഈ പടം കണ്ടതാണെങ്കിൽ ഈ സിനിമയ്ക്ക് നിങ്ങൾ 10-ൽ എത്ര മാർക്ക് കൊടുക്കും? നിങ്ങളുടെ റേറ്റിംഗ് കമൻസിലിടാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത പടം കണ്ടിച്ചും വരാം. അപ്പോൾ ശരി.